പിണറായി പെരുമ സീസൺ 8 മെഗാമേള ഫെബ്രുവരി 1 മുതൽ 7 വരെ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. പിണറായി പെരുമയുടെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ തുടങ്ങിയവ ഇതിനകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 1 വൈകുന്നേരം 7 മണിക്ക് മെഗാമേളയുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഫെബ്രുവരി 7 സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് M ജയചന്ദ്രൻ ആൻഡ് പാർട്ടിയും വിജയ് യേശുദാസും അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ രീതിയിൽ ഏപ്രിൽ 1, ഏപ്രിൽ 14 അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ സംഘടിപ്പിക്കാറ്. അതിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഏപ്രിൽ മെയ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ടുകൊണ്ട് നേരത്തെ തന്നെ പെരുമ സംഘടിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി. റിവർ ഫെസ്റ്റ്, പെരുമ ടോക്ക്, ഫിലിം ഫെസ്റ്റ്, കവിയും കവിതയും, നാടകോത്സവം, കമ്പപ്പെരുമ, മെഗാ ഷോ, ഈ പരിപാടികളാണ് ഞങ്ങൾ ഈ തവണ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ അപേക്ഷിച്ച് 7 തവണ അപേക്ഷിച്ച് വലിയ ജനപങ്കാളിത്തം ഈ തവണത്തെ പെരുമയിൽ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ രാഷ്ട്രീയ ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട്, ജാതിമത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് നാട്ടിൻ്റെ പെരുമയായി വളർത്തിയെടുക്കുവാൻ സംഘാടകന്മാർക്ക് ഇത് കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഈ തവണത്തെ പെരുമക്കുണ്ട്. വിശദമായ കാര്യങ്ങൾ ഇതിൽ കൺവീനർ, കോർഡിനേറ്റർ പ്രദീപം സംസാരിക്കും. മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയായിക്കൊണ്ടും പ്രശസ്ത കലാകാരൻ സൂര്യ കൃഷ്ണമൂർത്തി ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ആയിക്കൊണ്ടും ഫെസ്റ്റിവൽ ഡയറക്ടർ ആയിക്കൊണ്ടുമാണ് കഴിഞ്ഞ 7 വർഷം പിണറായി പെരുമ എന്ന ഒരു വലിയ സാംസ്കാരിക ഉത്സവം പിണറായിയിൽ നടന്നു വരുന്നത്. എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഇടങ്ങൾ നഷ്ടമാകുന്ന ഈ ഒരു കാലത്ത് എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് കലയെ, സാംസ്കാരിക പ്രവർത്തനത്തെ ഒത്തുചേരാനുള്ള ഇടം ഒരുക്കുക എന്ന നിലയിലാണ്, മനുഷ്യരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുക എന്ന നിലയിലാണ് ഇത്തരം ഒരു ആശയം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് വലിയ തോതിൽ കേരള പെരുമയായിട്ട് പിണറായി പെരുമ ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ വളരുന്നൊരു നിലയിലേക്ക് പിണറായി പെരുമ മാറിയിട്ടുണ്ട്. ഈ വർഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ അഞ്ചരക്കണ്ടി പുഴയിലെ ടൂറിസ്റ്റ് സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള റിവർ ഫെസ്റ്റ് എന്ന വളരെ വ്യത്യസ്തമായ പരിപാടി, ഫുഡ് ഫെസ്റ്റിവലും പുഴയിലെ പുഴ മത്സ്യങ്ങൾ, അതിൻ്റെ വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഫുഡ് ഫെസ്റ്റിവലും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒക്കെ ഒരുങ്ങിയിട്ടുള്ള റിവർ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇത്തവണത്തെ പ്രത്യേകത എന്ന നിലയിൽ ഓൾ കേരള കമ്പവലി മത്സരം, കമ്പപ്പെരുമ എന്ന നിലയിൽ 5000-ഓളം കാണികളാണ് ആ പരിപാടിയിൽ രാത്രി 1 മണി വരെ എരുവട്ടിയിലെ പൊട്ടൻപാറയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നാടകോത്സവം, പിണറായിക്ക് വലിയ നാടക രാവുകൾ സമ്മാനിക്കുന്ന 1000-ഓളം പേര് ഇരിക്കാൻ പറ്റുന്ന പിണറായി കൺവെൻഷൻ സെന്ററിൽ ആ സീറ്റ് മുഴുവൻ നിറഞ്ഞ് നിലത്ത് 100-200-ഓളം പേര് ഇരുന്ന് നാടകം കാണുന്ന തരത്തിൽ KPAC-യുടെ ഏറ്റവും പുതിയ നാടകം ഭഗവന്തി അടക്കം കേരളത്തിലെ 7 നാടക സംഘങ്ങളുടെ നാടകം ഇന്നത്തോടെ, നാടകോത്സവം ഇന്നത്തോടെ പൂർണ്ണമാവുകയാണ്. നാളെ പിണറായി പെരുമയുടെ കലാകേന്ദ്രത്തിലെ കുട്ടികൾ കഴിഞ്ഞ 5 വർഷമായി നൃത്ത പരിശീലനം നടത്തുകയാണ്. അവരുടെ അരങ്ങേറ്റം നാളെ വൈകുന്നേരം 6:30 നടക്കും. തുടർന്ന് മെന്റലിസ്റ്റ് അനന്തുവിന്റെ മെന്റലിസം പ്രോഗ്രാം നാളെ രാത്രി 8 മണി മുതൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ 3 പരിപാടികളാണ് ഓരോ ദിവസവും നടക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് പിണറായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളുടെ പ്രദർശനവും അതിൻ്റെ ഒരു മുഖാമുഖം പരിപാടി, സംവിധായകരുമായിട്ടുള്ളൊരു ടോക്കും സിനിമാ പ്രദർശനത്തിന് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് പിണറായി കൺവെൻഷൻ സെന്ററിൽ
ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പെരുമാ ടോക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രി 8 മണിക്ക് പിണറായി AKG സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ 5000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയത്തിനകത്ത് വിവിധ കലാപരിപാടികളാണ്. ആ മെഗാ ഷോയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് 1-ാം തീയതി വൈകുന്നേരം നിർവഹിക്കുന്നത്. ആ ചടങ്ങില് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട KK ശൈലജ ടീച്ചർ MLA ആ ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അന്നത്തെ ദിവസം ഷഹബാസ് അമന്റെ ഗസൽ ഗാനമേളയാണ് ആദ്യ ദിവസത്തെ മെഗാ പരിപാടി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി 2-ാം തീയതി സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡ് പ്രോഗ്രാമാണ്. ഫെബ്രുവരി 3-ാം തീയതി പ്രശസ്ത മജീഷ്യൻ സാമ്രാജിന്റെ മാജിക് ഷോയും കേരള കലാമണ്ഡലത്തിന്റെ അവർ ഒരുക്കിയിട്ടുള്ള വൃക്ഷം എന്ന പ്രത്യേക നൃത്ത പരിപാടിയുമാണ്. കക്കോത്ത് രാജൻ, അഡ്വക്കേറ്റ് V പ്രദീപൻ, പനോളി വത്സൻ, പ്രൊഫസർ പ്രശോഭിത്ത്, ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.